നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ ഇന്നത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കോവിഡിൽ നിന്ന് മുക്തി നേടിയിട്ടും വീണ്ടും രോഗം വരാൻ സാധ്യതയുണ്ടോ? ഇല്ല എന്നാണ് മറുപടി. കോവിഡിനെ പൊരുതിത്തോൽപ്പിച്ച് രോഗമുക്തി നേടിയവർ നിരവധി പേരാണ്. മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരാണ് ഭൂരിഭാഗം പേരും. ജീവിതത്തെ കൈപ്പിടിയിലൊതുക്കിയവരും രോഗം എന്നെ ബാധിക്കില്ലെന്ന് കരുതിയും നടക്കുന്നവർക്ക് മുന്നറിയിപ്പാകുകയാണ് ലെസ്റ്ററിലെ ഒരു മലയാളി നേഴ്സിന്റെ അനുഭവം. മാർച്ച് 20-നാണ് മലയാളി നേഴ്സിന്റെ ആദ്യമായി കോവിഡ് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത്. ഇത് പിന്നീട് ന്യൂമോണിയ ആവുകയും ചികിത്സ നടത്തുകയും ചെയ്തു. ശേഷം ഏപ്രിൽ 12-ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഫലം കോവിഡ് പോസിറ്റീവ് ആക്കുകയും രോഗത്തിന്റെ പൂർണ്ണ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. ആദ്യത്തേതുപോലെ അത്ര ഭയാനകമായ അവസ്ഥ ആഴ്ചയ്ക്ക് ഇപ്പോൾ ഇല്ലെങ്കിലും രോഗം രണ്ടാമതും വരാനുള്ള സാധ്യതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. രോഗം വീണ്ടും വരുന്ന സാഹചര്യം വാർത്തകളിലൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ബ്രിട്ടനിലെ മലയാളി സമൂഹത്തിൽ ആദ്യമായാണ് രണ്ടാമതും ഒരു മലയാളിക്ക് രോഗം സ്ഥിരീകരിക്കുന്നതെന്നാണ് അറിവ്. അത് ഭേദമായി. എന്നാൽ ഇത്തരമൊരു കേസ് അപൂർവമായി മാത്രമേ വരാറുള്ളൂ എന്നാണ് ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. ആയതിനാൽ തന്നെ ലെസ്റ്റർ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ ഒക്യുപേഷണൽ കൺസൾട്ടന്റ് റിബറി വിളിക്കുകയും കൂടുതൽ പഠനം ആവശ്യമാണെന്ന തരത്തിൽ വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. അതിനാൽ എല്ലാവരും വളരെയധികം സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇത് നൽകുന്നത്. ആശുപത്രികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മറ്റു മാർഗങ്ങളില്ലെങ്കിലും ശ്രദ്ധിക്കണം, കരുതലെടുക്കണം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കൊറോണ കാലത്ത് UK മലയാളികൾക്കിടയിൽ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് വിൽ എഴുതുക. അല്ലെങ്കിൽ എഴുതിയ വിൽ നിയമപരമായി സാധ്യത ഉള്ളതാണോ? ആർക്കാണ് വിൽ എഴുതുവാൻ നിയമപരമായി അധികാരമുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇത്തരം സംശയങ്ങൾ ഉടലെടുക്കുമ്പോൾ തന്നെ ഇവ സാധൂകരിക്കാൻ ഏറ്റവും നല്ല വഴി ആദ്യം ബ്രിട്ടനിലെ സർക്കാർ വെബ്സൈറ്റായ https://www.gov.uk/makewill സന്ദർശിക്കുക എന്നതാണ്. വളരെ വ്യക്തമായി സർക്കാർ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ വൈറലായി വീഡിയോ. ജോർജ് ഫ്ലോയ്ഡ് എന്ന കറുത്തവർഗക്കാരന്റെ കൊലപാതകത്തിന് ശേഷമുണ്ടായ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ സമരത്തിന്റെ കാര്യത്തിലും മറ്റൊന്നല്ല സംഭവിച്ചത്. കൊള്ളയും കൊള്ളിവയ്പും നടത്താൻ സമരത്തിന്റെ മറപിടിച്ചെത്തിയ ഒരു പറ്റം സാമൂഹ്യ വിരുദ്ധരാണ് ഈ സമരത്തെയും അക്രമാസക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം ലണ്ടനിൽ സംഭവിച്ചതും അത് തന്നെയായിരുന്നു. ഹൈഡ് പാർക്കിൽ സമാധാനപരമായി നടന്ന പ്രതിഷേധത്തിനൊടുവിൽ പാർലമെന്റ് ചത്വരത്തിലേക്ക് നീങ്ങിയ ഒരു കൂട്ടമാണ് ഇവിടെ അക്രമാസക്തരായത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് പറയാനുള്ളതും മറ്റൊന്നുമല്ല. ഇന്നലെ ഉച്ചയ്ക്ക് പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ പിടികൂടാനെത്തിയ ഒരു പോലീസ് ഓഫീസറെ ജനക്കൂട്ടം മർദ്ദിക്കുന്ന വീഡിയോ ആണിത്. ഈസ്റ്റ് ലണ്ടനിലെ ഹാക്നിയിലാണ് സംഭവം നടക്കുന്നത്. പ്രതിയെ പിടികൂടാനെത്തിയ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചുറ്റും ജനക്കൂട്ടം കൂടുന്ന കാഴ്ചയാണ് വീഡിയോയിൽ. പിന്നീട് ഒരാൾ ഒരു ബേസ്ബോൾ ബാറ്റുമായി വരുന്നത് കാണാം. കുറച്ചു സമയത്തിന് ശേഷം അതൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തലയിൽ അടിക്കുന്നതും കാണാം. NHSന്റെ 72-ാം ജന്മദിനം ആഘോഷമാക്കാൻ ഒരുങ്ങി ബ്രിട്ടൻ. കൊറോണയ്ക്കെതിരായി യുദ്ധം നയിച്ച NHSലെ നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും കെയർമാർക്കും ആഹ്ലാദിക്കാൻ ഒരു ദിനം വന്നെത്തുന്നു. ഈ വരുന്ന ജൂലൈ 5-ന് NHSന്റെ 72 വയസ്സ് തികയുന്ന വേളയിൽ ജീവൻ പണയം വെച്ചും കൊറോണയ്ക്കെതിരെയുള്ള പോരാട്ടം നയിച്ചവർക്ക് വലിയൊരു ആദരവ് രേഖപ്പെടുത്തുവാനുള്ള പദ്ധതികൾ തയ്യാറായി വരുന്നു. ഇത്രയും വർഷത്തിലെ എല്ലാ ദിവസവും വിലമതിക്കാനാകാത്ത സേവനമാണ് NHSും അവിടുത്തെ ജീവനക്കാരും കാഴ്ചവെച്ചിട്ടുള്ളത്. എന്നാൽ കൊറോണ കാലത്തെ അവരുടെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അത് കൃതജ്ഞതാപൂർവ്വം ഓർക്കുന്ന രാജ്യം അവരുടെ ആദരവ് സമർപ്പിക്കാൻ ഒരുങ്ങുന്നു. 4-ാം ദിവസവും നോർത്തേൺ അയർലൻഡിൽ ആരും മരിച്ചില്ല. നോർത്തേൺ അയർലൻഡ് ആശ്വാസത്തിന്റെ നിശ്വാസം മുതിർക്കുന്നു. ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം 41,000-ഓളം പേരാണ് ഇതുവരെ ബ്രിട്ടനിൽ കൊറോണ ബാധ മൂലം മരണമടഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്നലെ പുറത്തു വന്ന മറ്റൊരു കണക്ക് സൂചിപ്പിക്കുന്നത് 51,000-ൽ-അധികം പേർ ഈ മഹാവ്യാധിക്ക് കീഴടങ്ങിയിട്ടുണ്ട് എന്നാണ്. രോഗബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ ബുധനാഴ്ചയിലേതിനേക്കാൾ ഇന്നലെ കുറവ് ദൃശ്യമായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലേതിനേക്കാൾ 31.7% കുറവാണ് കോവിഡ് മരണത്തിൽ ഈ ആഴ്ച ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.